എല്ലാരെയും വിളിച്ചു കൂട്ടിയത് ചില കാര്യങ്ങൾ പറയാനാ. എന്താ അളിയ കാര്യം? ഈ വീട്ടിലെ ചില അസ്വസ്ഥതകളും പുകച്ചിലും ഒക്കെ തുടങ്ങി. എല്ലാം കണ്ടിട്ടും പലപ്പോഴും ഞാൻ മൗനം പാലിച്ചു പോകാറുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ എന്നിലേക്ക് തന്നെ എന്റെ സങ്കടങ്ങളെ ചേർത്ത് വെക്കുന്നതായിരുന്നു എന്റെ മൗനങ്ങളൊക്കെ. അത് വെറും ശൂന്യതയല്ല, പലതിന്റെയും നിശബ്ദമായ ഉത്തരങ്ങളായിരുന്നു. അളിയ, ഇത്രയും വലിയ സാഹിത്യമൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ 10ാം ക്ലാസ് പാസ്സായി പോയേനെ. ചിലപ്പോ ഞാനും കടിച്ചാ പൊട്ടാത്ത സാഹിത്യമൊക്കെ പറയും. അത് ഈ നാടകത്തിൽ നിന്നൊക്കെ കേട്ട് പഠിച്ചതാ അളിയ. കുഞ്ഞോളെ, അളിയൻ പറഞ്ഞത് വരുന്നത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായോ? മൗനത്തിന്റെ ഭാഷ എനിക്ക് മനസ്സിലാവും. എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഇവിടെ പലർക്കും അറിയാം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. ഈ ഭാഷയിലാണ് സംസാരമെങ്കിൽ ഞാനിവിടെ നിന്നാലും ഒന്നും മനസ്സിലാവൂല. എല്ലാം കഴിയുമ്പോ അതിന് രത്നം ചുരുക്കം ഒന്ന് പറയാന്നാ മതി. നിന്ന സ്ഥിതിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അളിയ, ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ ഒരു പരിഹാരം കണ്ടെത്തണം. അപ്പോ ഇത്തരം നെറികേടുകളൊന്നും ഈ വീട്ടിൽ നടക്കാൻ പാടില്ല. അതിലൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. അതിനെ എല്ലാരും കൂടെ വിചാരിക്കണം. അച്ഛൻ ഇവിടെ ആവശ്യമില്ലാതെ പൂജ എടുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതെങ്ങനെ? ജോലിക്കും കൂലിക്കും പോവാതെ വീട്ടിൽ തന്നെ അടയിരിക്കുമ്പോഴേ പലതും തോന്നും. നിർത്ത്. നീ ഇപ്പോ ആകാശത്തൂടി വിമാനം പറപ്പിക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണം എന്റെ മകൻ ജയരാമനാണ്. അത് മറക്കണ്ട. ഇനി ഞാനും എന്റെ കുടുംബവും വന്നതാണ് ഇവിടുത്തെ പ്രശ്നമൊക്കെ ഞങ്ങൾ അങ്ങ് വെക്കോളാം. നിനിവേ, അനസൂയെ, പെട്ടിയേക്കെടുത്ത് പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. ആ വേണ്ട ഭദ്രേട്ടാ. ഭദ്രേട്ടൻ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല. ഇവിടുന്ന് പോയി തരേണ്ടത് വേറെ ഒരാളാ.